രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതൊരു വ്യക്തിപരമായ കേസാണ്, ഇതൊരു രാഷ്ട്രീയ കേസൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി. ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത്. അത് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ലാതാകുന്നത്. അതൊരു വ്യക്തിക്കുണ്ടായ അപജയത്തിന് പേരിലുണ്ടായ സംഭവമാണ്. അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്തു. ഇനിയും മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും നടപടികൾ വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാവും, സംശയമൊന്നും വേണ്ട. ഇപ്പൊ KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വവും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കും. സമയമുണ്ടല്ലോ നമുക്ക്. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ കുറ്റവാളികളായി നിൽക്കുന്ന, ജാമ്യമെടുത്ത് നിൽക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? CPM-ന് അത് മീറ്റർ വെച്ച് അളക്കുകയാണ് അല്ലേ? തീവ്രത ഓരോന്നിന്റെ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു തീവ്രത അളക്കാൻ പോയില്ലല്ലോ. ഒരു പെറ്റീഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഒരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ. ഒരു പെറ്റീഷൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്കത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും നടപടിയെടുത്തു. എന്നാൽ CPM ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ പേരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക, അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമല്ല. അവർ നടപടി എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ നടപടി എടുത്തു, അവരെടുത്തില്ല. ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലല്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി കോടതി ഇത്ര സംഭവം ഉണ്ടാകുമ്പോൾ പരാതികൾ പാർട്ടി കോടതികൾ അല്ല വിടേണ്ടത്. KPCC പ്രസിഡന്റ് കയ്യിൽ ഒരു പരാതി കിട്ടിയപ്പോൾ വിത്തിൻ നോ ടൈം ഇറ്റ് ഹാസ് ബീൻ ഫോർവേഡഡ് ടു ദ DGP. അതാണ് ഞങ്ങൾ ചെയ്തത്. അതാണ് ഞങ്ങൾ ചെറിയ പാർട്ടി കോടതി ഉണ്ടാക്കി ആ പാർട്ടി കോടതിയോട് അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇല്ല, പാർട്ടി അങ്ങനെ ഒന്നും നടപടി എടുത്ത ഒരു ചരിത്രവുമില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കറിയില്ല. പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കോൺഗ്രസ് പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ, കോടതി വെക്കുമോ എന്ന് ചെയ്തിട്ടില്ലല്ലോ. പാർട്ടി അല്ല, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി അതിനെ ആലോചിച്ചല്ലേ തീരുമാനിക്കുന്നത്. എന്റെ നിലപാട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കേരളത്തിന് അറിയാവുന്നതാണ്. ആദ്യം മുതലുള്ള എന്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തിയല്ല തീരുമാനിക്കാൻ പറ്റൂ. അത് ഞങ്ങൾ തീരുമാനിക്കും. വൈകില്ല. അല്ല, CPM ഇപ്പൊ എന്ത് വേണേലും പ്രചരിപ്പിക്കുമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവരുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെപ്പറ്റി ചർച്ചയില്ല. അത് അവരെല്ലാം വെള്ളപൂശുന്നു. തീവ്രതയുടെ അളന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു പരാതി അയാളുടെ മുമ്പിലും വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് ഓരോ വ്യക്തിയെ ഇപ്പൊ ചൊഴിഞ്ഞെടുക്കാൻ പറ്റുമോ അയാള് ഇന്നതാണെന്ന്? നമ്മൾ അങ്ങനെ ആ സമയത്ത് ഒരു പരാതിയും രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പിന്നീടാണ് ഈ പരാതികളൊക്കെ വരികയും ആളുകൾ പാർട്ടി നേതൃത്വത്തെ കണ്ടുപറയുകയും അല്ലാതെ കത്തുകളിലൂടെയും ഒക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. അല്ല, അത് ഇപ്പൊ ജനങ്ങൾ വിലയിരുത്തട്ടെ.
അല്ല, എനിക്കതിന് തെളിവുകളില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനതെല്ലാം പറഞ്ഞാലുമല്ലോ. എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് അത് അന്വേഷിച്ച് ശരിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ കത്ത് കൊടുക്കുന്നതാണ്. കാരണം ഇത് സാധാരണഗതിയിൽ ഈ 30.8 കിലോ സ്വർണത്തിന് 50 കോടിയേ ഉള്ളൂ വില ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൽ. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ വളരെ വലുതാണ്. എന്നോട് 2-3 പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു കോസ്റ്റ്, അതിന്റെ പ്രൈസ് തന്നെ ഒരു 500 കോടിയിലധികം വരുമെന്നാണ് ആന്റിക്സ് ആവുമ്പോൾ. അതെല്ലാം ഇവർ അന്വേഷിക്കട്ടെ. വെങ്കടേഷ് നല്ല ഉദ്യോഗസ്ഥനാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. സമർത്ഥനായ ഉദ്യോഗസ്ഥൻ. CBI നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹം അന്വേഷിക്കട്ടെ. ഷാഫി പറമ്പലിനെതിരായിട്ട് ഈ പറയുന്ന ആള് ഏതേലും പാർട്ടി വേദിയിൽ പരാതി പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്കറിയത്തുമില്ല. ഇപ്പൊ ഞാനും ഈ ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താന്നുള്ളത് അന്വേഷിച്ച് പറയാം. കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഇവര് നമ്മളൊന്നും വരുന്ന വേദി വരുന്ന ആളല്ല. ആരാ? അല്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. നമ്മളൊക്കെ പോകുന്ന പാർട്ടി ഫോറങ്ങളിലൊന്നും ഈ പറയുന്ന ആള് വരാറുള്ളതല്ല. ഇപ്പൊ അതിന് മറുപടി വേണ്ട ഷാഫിയാണ്. എനിക്കറിയത്തില്ലത്. അതെനിക്കറിയില്ല. അത് അന്വേഷിക്കാം. അത് എനിക്കത് പ്രശ്നമില്ലാത്ത ആളാ. ഞാൻ കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ എനിക്കെതിരായിട്ട് CPM ആയിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോൾ നമ്മുടെ ആളുകൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായാലും വലിയ ഗൗരവത്തിൽ ഞാൻ എടുക്കാറില്ല. എങ്ങനെ അല്ല, ഈ കേസ് ഇപ്പൊ അന്വേഷണത്തിലല്ലേ. അപ്പം അതൊരു പ്രിമച്യൂറാണ് ഞാനൊരു അഭിപ്രായം പറയുന്നതിൽ. ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അന്വേഷണം നടക്കട്ടെ. അപ്പൊ അതിനകത്ത് എല്ലാ വശങ്ങളും വരുമല്ലോ. ഈസ് ദർ എനി കോൺസ്പിറസി ആംഗിൾ ഇൻ ദാറ്റ് എന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പിന്നെ കോടതിയുടെ മുമ്പിലുള്ളൊരു കേസല്ലേ. ലെറ്റ് us see. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ പാലക്കാട്ടുണ്ടായിരുന്നു. അവർക്ക് ബോധ്യമുണ്ട്. ഞങ്ങളെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിലില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതെ, തീർച്ചയായിട്ടും പറയുമല്ലോ. പറയൂ. അത് ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ. നമ്മുടെ ഒരാളെ MLA ആക്കി പോയി ആള് കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും ഇപ്പൊ നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റും. ഏതെങ്കിലും പാർട്ടിക്ക് പറയാൻ പറ്റും. അല്ല, ഇതുപോലെ എന്നാ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ നിങ്ങളാരും ചോദിക്കാതെ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും ചെയ്തല്ലോ. എടാ, ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല അവർക്കാർക്കും. അപ്പൊ തൽക്കാലം അതില്ല. മറ്റവരുടെ കൂടെ കഴിയട്ടെ. CPMന്റെ MLA-മാരുടെ രാജിവെക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യാം. അത് നോക്കാം നമുക്ക്. അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല.
ഒരു കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രധാന നേതാക്കളുമായിട്ടെല്ലാം ഒരു ആലോചന നടത്തിയിട്ടെല്ലാം തീരുമാനിക്കാൻ പറ്റൂ. നിങ്ങൾ പറയുന്ന വരച്ച വരെ നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാൻ പറ്റുമോ? അത് ഉണ്ടാവും, ധൈര്യമായിട്ടിരിക്കുക. 5 അല്ല 8 ദിവസമായി. 5 MLA ഒരിക്കലുമല്ല. ഷാഫി എന്ത് തെറ്റിയിട്ട്? എന്നോടാരോ പറഞ്ഞത് എനിക്കറിയില്ല. ഞാനൊരു ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് ഇന്ന രീതിയിൽ അന്വേഷിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഞാനതുകൊണ്ടാണല്ലോ എന്റെ സംശയങ്ങൾ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ ആ അന്വേഷണ സംഘത്തിന് കൊടുക്കുകയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് അവർ കണ്ടെത്തട്ടെ. അല്ലാതെ നമ്മൾ ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം, അല്ല ഇന്നയാളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്, എന്നെപ്പോലൊരാൾ പറയുന്നത് ശരിയല്ല. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിനകത്ത് ആരെല്ലാം കുറ്റക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി എടുക്കട്ടെ. ഏത് കാര്യത്തില? ഇല്ല, എനിക്കറിയില്ല. പത്മകുമാർ ദൈവതുല്യനായ ഒരാളാണെന്ന് പറഞ്ഞു. ഇനി അതാരാന്ന് കണ്ടുപിടിക്കണം. അല്ല, അത് പാർട്ടി ഒരാളെ സസ്പെൻഡ് ചെയ്താൽ എടുക്കുന്ന നടപടിക്രമങ്ങളാണ്. അപ്പൊ അയാളുടെ പ്രവർത്തനങ്ങൾ പിന്നീട് വിലയിരുത്തും. അതിനുശേഷം പാർട്ടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അത് ആരുടെ കാര്യത്തിലാണെങ്കിലും മാത്രമേ തിരിച്ചെടുക്കുകയുള്ളൂ. അതിന് ചില പ്രൊസീജിയറുണ്ട് പാർട്ടിക്ക്. ഒരു MLA സസ്പെൻഡ് ചെയ്യാൻ KPCCക്ക് കഴിയത്തില്ല. MLA MP സസ്പെൻഡ് ചെയ്യണമെങ്കിൽ AICCയുടെ അനുവാദത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് AICC റാറ്റിഫിക്കേഷൻ വാങ്ങണം. 2 തരത്തിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരാളിനെ പെട്ടെന്ന് ഒരു MLA സസ്പെൻഡ് ചെയ്തു, പക്ഷെ പിന്നീട് അത് AICC റാറ്റിഫൈ ചെയ്യണം. പിന്നീട് അയാളെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ അപേക്ഷ വല്ലതും വന്നാൽ പാർട്ടി അതിന് അച്ചടക്ക സമിതിയുണ്ട്. അച്ചടക്ക സമിതിയിൽ വെക്കും. സമിതി പരിശോധിച്ചിട്ടാണ് പിന്നീട് ചെയ്യുന്നത്. അല്ല, ചെയ്ത് അനുമതി ലഭിച്ചില്ലെങ്കിലും നമുക്ക് വേണേൽ ചെയ്യാം. ചെയ്തിട്ട് പിന്നീട് റാറ്റിഫൈ ചെയ്താൽ മതി. പക്ഷെ ഭരണഘടനാപരമായി ഒരു MLAയോ MPയോ സസ്പെൻഡ് ചെയ്യേണ്ടത് വിത്ത് കൺകറൻസ് ഓർ കൺസെന്റ് ഓർ അപ്രൂവൽ ഫ്രം ദ AICC. ഇതാണ് ഞങ്ങളുടെ ഭരണഘടനാപരമായ എന്റെ രീതി. അതാണ്.